have done. My good friend Sri George Kurian, who has suffered me for 2 years, 2 days, that he had to be with me morning to evening, and all my dear Karyakarta brothers and sisters, आप सबको मेरा बहुत बहुत शुभकामनाएं नमस्ते. ഇവിടുത്തെ നേതാക്കന്മാരെ തീർച്ചയായിട്ടും ഈ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ, ഈ രാജ്യത്തെ BJP നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഈ കേരളത്തിലെ പ്രവർത്തകർ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഈ കേരളത്തിൽ വന്നിട്ട് പ്രവർത്തനങ്ങളിൽ ഞാൻ മുഴുകിയിരിക്കുകയാണ്. I have never come to Kochi without coming to Thrissur. It is my ritual that whenever I come to Kochi, I always come to Thrissur. എന്നൊക്കെ ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ തൃശ്ശൂരിലും വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ വരാതെ പോയിട്ടില്ല. It is obviously the cultural capital of Kerala, but also the academic hub of Kerala. ഇത് സാംസ്കാരിക കേന്ദ്രമാണ്, അതുപോലെ വിദ്യാഭ്യാസ കേന്ദ്രവുമായിട്ട് മാറിയിരിക്കുകയാണ് ഈ തൃശ്ശൂർ. I pay my respects to the Bhagwan Thiruvambadi Sri Krishna temple and I seek his blessings today. അതുപോലെ തന്നെ തിരുവാമ്പാടി ശ്രീകൃഷ്ണ ടെമ്പിളിലെ ഭഗവാന്റെ ആശീർവാദം എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ തേടുകയാണ്. Last 2 days, I had the opportunity to meet our Karyakartas, the beneficiaries of various schemes of the Narendra Modi government. I was able to do the review of the central government that work here. I met with fishermen, I met with coffee growers, I met with people from business and industry, but nowhere did I feel the... അതുപോലെ വ്യവസായികളെയും അതുപോലെ തന്നെ വ്യാപാരികളെയും ഒക്കെ കണ്ടു. പക്ഷേ ഒരു സ്ഥലത്തും ഇതുപോലെയുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അടുപ്പം എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. I don't know if Advocate remembers, Gopalakrishna remembers, I have come here twice to campaign for him. ഗോപാലകൃഷ്ണന് വേണ്ടി 2 പ്രാവശ്യം ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. And the first time it was a MLA election in Kerala, and that day I will never forget till the end of my life. It was one of the most remarkable Jalus that I have ever participated in my life. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായിരുന്നു. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രകടനമായിരുന്നു അന്ന് ഇവിടെ നടന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുക. In fact, I got the introduction, parichay of your capability, of the strength of the BJP Karyakarta in Kerala on that day. ഈ കേരളത്തിലെ പ്രവർത്തകരുടെ സംഘടനാപരമായിട്ടുള്ള ആ ശേഷിയെ എനിക്ക് മനസ്സിലാക്കിയത് ആ ദിവസമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. Which was the chalk made in the end at 5 o'clock? Nearby? What is it called? It was the last day of the campaign and we were in our Jalus, the other party was in their Jalus, and in the central, in front of the corporation, at the end of the campaign, both the Jaluses met with each other and the slogan shouting that we were doing was much louder than the opposition. അത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമായിരുന്നു, കൊട്ടിക്കലാശത്തിന്റെ ദിവസമായിരുന്നു. ഇങ്ങനെ പ്രകടനങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുദ്രാവാക്യം വിളിയുണ്ടല്ലോ, ആ മുദ്രാവാക്യം വിളിയിൽ നമ്മുടെ പ്രവർത്തകരുടെ മുദ്രാവാക്യം അവരുടെ മുദ്രാവാക്യത്തിന്റെ മുകളില് ഉയർന്നു നിന്നുള്ള മുദ്രാവാക്യമായിരുന്നു അവിടെ കേൾക്കുവാൻ സാധിച്ചത്. I thought the Mahabharata is going to start once again over there. മഹാഭാരതം അവിടെ തുടങ്ങാൻ പോവുകയാണെന്ന് ഞാൻ ഓർത്തത് വീണ്ടും ഒരിക്കൽ കൂടി. But truly, after 8 years
in government, 8 years in which Prime Minister Narendra Modi has had a single purpose: welfare of the poor, future for our children, a strong country, prosperity for 135 crore Indians, seva, sushashan and welfare of the poor. അതുപോലെ തന്നെ പുരോഗതിക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും സേവനവും അതുപോലെ തന്നെ നല്ല ഭരണവും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമവുമാണ് ഈ സർക്കാർ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. എനിക്ക് സന്തോഷത്തോടുകൂടി പറയുവാൻ സാധിക്കും, 8 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച കാലഘട്ടമാണ്. Yesterday when I met with the marine fisheries exporters and also the fishermen of 4 states, Karnataka, Kerala, Tamil Nadu and Puducherry, I shared with them how we have increased our export of marine products to 50,000 crores per year, and our target is to take it to 1 lakh crore in the next 5 years. ഇന്നലെ ഞാൻ ഈ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ചെയ്യുന്ന ആൾക്കാരെ കണ്ടു, അതുപോലെ തന്നെ മത്സ്യപ്രവർത്തകരെ കണ്ടു. 4 സംസ്ഥാനങ്ങളിലെ മത്സ്യപ്രവർത്തകരെയാണ് കണ്ടത്. കർണാടകത്തിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും മത്സ്യപ്രവർത്തകരെയാണ് കണ്ടത്. ഈ കയറ്റുമതിക്കാരെ കണ്ട അവസരത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും, ഏതാണ്ട് 50 കോടി രൂപയുടെ ഒരു വർഷം ഈ കയറ്റുമതി നടത്തുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. Prime Minister Modi has launched the Pradhan Mantri Matsya Sampada Yojana, in which 20,000 crores will be spent for improving the infrastructure and for the welfare of our fisher folk. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന എന്ന പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 20,000 കോടി രൂപയാണ് മത്സ്യബന്ധനത്തിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നത്. This will improve the income, the opportunities for our fishermen, give a better future for the young boys and girls who want to become fishermen, and bring prosperity to the fishing community in the coastal belt, particularly in Kerala. അതുപോലെ തന്നെ ഇത് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഭാവി തലമുറയ്ക്ക് അവരുടെ പഠനത്തിനും അവരുടെ ഭാവിക്കും വേണ്ടിയുള്ള ആ മുതൽക്കൂട്ടായിട്ട് മാറും. അതുപോലെ തന്നെ ഈ തീരദേശത്തുള്ള ആ ജനങ്ങളുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ പദ്ധതി ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Of course, we will have to fight for our rights. We have an international negotiation going on in which they are trying to put restriction on the support that government gives to our fishermen. But I will be going next week to the World Trade Organization to fight for the rights of our fishermen. And I want to assure every person from Kerala that Prime Minister Modi and his government will make sure that our fishermen get a bright future, and our support will continue in a big way for our fishermen. അതുപോലെ തന്നെ ഈ മത്സ്യപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഈ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള ശ്രമം കൊണ്ടുവരികയാണ്. ഞാൻ അടുത്തയാഴ്ചയിൽ ലോക വ്യാപാര സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇവിടുത്തെ മത്സ്യപ്രവർത്തകർക്ക് ഉറപ്പുകൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്, തീർച്ചയായിട്ടും ഇവരുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടും. അവരുടെ ഭാവിക്ക് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Yesterday I also met the coffee growers and did a review of the coffee board. There also, of the rubber board. There also, I see tremendous potential because there is huge
possibilities to increase the production of rubber, to increase the output from factories which are using rubber, and therefore I would urge all of you any of you who are involved in rubber plantation to also see the government schemes and see how we can work together to increase the production and improve the lives of our rubber farmers. അതുപോലെ തന്നെ ഇന്നലെ റബ്ബർ കർഷകരെ ഞാൻ കാണുകയുണ്ടായി. റബ്ബർ ബോർഡിന്റെ ആഭിമുഖ്യത്തില് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ സാധ്യത, അതിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെയുള്ള റബ്ബർ കർഷകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ സർക്കാരിന്റെ സ്കീമുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കാം, ഫാക്ടറികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൽപാദനവും എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. Spices Board is also located in Kerala, and there is significant possibility to increase the activities of Spices Board. I am sure the speed with which our production, our farmers' production, our MSME production for processing turmeric and cardamom, all the various spices is happening, and we have done almost 30,000 crores of export of spices last year. That is another area where Kerala can see good growth and good business and work opportunities. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ സ്പൈസസ് ബോർഡ് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ വേഗം, എത്ര നല്ല രീതിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം, അതുപോലെ തന്നെ MSME ആ യൂണിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ അതിന്റെ പ്രോസസ്സിംഗ് നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യം, അതുപോലെ ഏലവും മഞ്ഞളും പോലെയുള്ള ആ സുഗന്ധദ്രവ്യങ്ങൾ അത് എങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാര്യമെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് ഈ കഴിഞ്ഞ വർഷം ഈ സുഗന്ധദ്രവ്യ രംഗത്ത് നടത്തിയെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. I got an opportunity to visit the Kochi Special Economic Zone. In the Kochi SEZ, yesterday we inaugurated a new standard design factory with 1 lakh square feet of area where new businesses can come in and add to the business and job opportunities in Kerala. I also inaugurated a common effluent treatment plant at Kochi SEZ, which will process all the water, reduce the wastewater, and also protect our environment from damage. അതുപോലെ തന്നെ ഇന്നലെ കൊച്ചിയിൽ ഞാൻ കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോണിൽ പോവുകയുണ്ടായി. അവിടെ ഒരു ഫാക്ടറി ഞാൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡേർഡ് ഡിസൈനിങ് ഫാക്ടറി, ഏതാണ്ട് 1 ലക്ഷം ചതുരശ്ര മീറ്ററുള്ള ആ ഒരു ഫാക്ടറി ഞാൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള അവിടെ ഉണ്ടായിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും തൊഴിൽ കിട്ടും. അതുപോലെ തന്നെ അവിടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഈ വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനുള്ള പ്ലാന്റ് അവിടെ ഉദ്ഘാടനം ചെയ്തു. ആ രീതിയിൽ നമ്മുടെ ഈ പ്രകൃതിക്ക് ദൂഷ്യം വരാത്ത രീതിയിലുള്ള ആ വെള്ളത്തിന്റെ സംസ്കരണം നടത്തി. We are also starting a large industrial park very close to Thrissur in Palakkad, where we hope to be able to invite investors from all over the world to come and invest in Kerala, so that our young children, our boys and girls, don't have to rush to the Gulf for every opportunity. We want to give them opportunity in Kerala itself. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ തൊട്ടടുത്തുള്ള ജില്ലയിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ആഗോളതലത്തിലുള്ള ഈ മുതൽ മുടക്കാൻ തയ്യാറായിട്ടുള്ളവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, ഇവിടുത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യേണ്ടി വരില്ല. ഇവിടെ തന്നെ ജോലി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. തൊഴിൽ രംഗത്ത് തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ
വലിയ ഒരു മുന്നേറ്റമായിരിക്കും നടത്താൻ പോകുന്നത്. Friends, I shared all this with you only to let you know that Prime Minister Modi is extremely committed for a better future for all the families in Kerala. It was very embarrassing, very difficult. Prime Minister Modi himself comes from a poor family. He has seen the struggles of poverty. He has experienced the difficulties of poverty. Therefore, he realized the importance of ensuring that everybody gets a toilet in their home. And today, every home has a toilet, and 1.5 lakh crores was spent to build 12 crore toilets all over the country. അതുപോലെ തന്നെ ഓരോ സ്കീമുകളും അത് അർഹിക്കുന്നവർക്ക് എത്തിച്ചേരുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വച്ഛ ഭാരത് ആ പദ്ധതിയുടെ കീഴിൽ, സ്കീമിന്റെ കീഴിൽ 12 കോടി ടോയ്ലറ്റുകളാണ് പണിതത്. ഇന്നൊരു വീടും ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു വീടില്ല. ഇന്നൊരു ചെറിയ കാര്യമായിട്ടൊരു പക്ഷേ തോന്നിയേക്കാം. പക്ഷെ എന്തായിരുന്നു അവസ്ഥ? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എന്തായിരുന്നു അവസ്ഥ? നമ്മുടെ അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, കുട്ടികൾക്ക് അവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വെളിപ്രദേശത്ത് പോകണമായിരുന്നു. അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന കാര്യമായിരുന്നു. അതിന് പരിഹാരമുണ്ടാക്കുവാൻ സാധിച്ചു. നരേന്ദ്രമോദി ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദരിദ്രന്റെ വേദനയറിയാം, ഇല്ലായ്മയുടെ ബുദ്ധിമുട്ടറിയാം. അദ്ദേഹം ദാരിദ്ര്യം അനുഭവിച്ചു വളർന്നയാളാണ്. അതുകൊണ്ട് അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ടോയ്ലറ്റ് എല്ലാ വീടുകളിലും പണിയുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. 1.5 ലക്ഷം കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. Similarly, today everybody has electricity in their homes. Even the poorest of the poor has been given an electric connection so that no child has to study under a street light ever again. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി ഇത് ഉറപ്പുവരുത്തുകയുണ്ടായി. ഇന്ന് ഒരു വീടുമില്ല, വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത ഒരു വീടുമില്ല. അതുപോലെ ഒരു കുട്ടിയും സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്നു കൊണ്ട് വായിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് ഈ രാജ്യത്തില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There was a time when getting a cooking gas connection was so difficult. You had to run behind members of parliament for those coupons to get cooking gas connection. Prime Minister Modi ensured that every home in the country got their own gas connection. 9 crore families were given Ujjwala connection free of charge. And thanks to that, our sisters and mothers don't have to take so much smoke, which is unhealthy and unhygienic for our women. അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പാർലമെന്റ് മെമ്പർമാരുടെ പുറകെ ഓടേണ്ടി വരുമായിരുന്നു അവരുടെ കൂപ്പൺ കിട്ടാൻ വേണ്ടി, കണക്ഷൻ കിട്ടാൻ വേണ്ടി. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വീടുകളിലും ആ ഗ്യാസ് കണക്ഷൻ ഉറപ്പുവരുത്തി. 9 കോടി ഉജ്ജ്വല യോജനയാണ് അദ്ദേഹം ഇവിടുത്തെ സഹോദരികൾക്ക്, അമ്മമാർക്ക് അദ്ദേഹം സൗജന്യമായിട്ട് നൽകിയത്. അതുകൊണ്ട് ഇവിടുത്തെ അമ്മമാർക്കും അതുപോലെ തന്നെ സഹോദരിമാർക്കും അധികം പുകയടിക്കേണ്ടി വരില്ല. അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ആ പുകയിൽ അവർ ഊതി നിൽക്കേണ്ട അവസ്ഥയില്ല. For the poorest of the poor, nearly 3 crore families are getting a house of their own, probably for the first time. More than 1 crore of the houses have already been handed over. Keys have been handed over to the families, and the rest are fast under construction so that everybody has a proper roof over their head. അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ടവർക്കായിട്ട് 3 കോടി വീടുകളാണ് പണിതു കൊടുത്തത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഈ 3 കോടി വീടുകൾ പണിതിട്ട് അതിന്റെ താക്കോല് പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത്. വീടില്ലാത്തവർക്ക് അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാവപ്പെട്ടവന്റെ കൂര, അവനെല്ലാവർക്കും, എല്ലാ പാവപ്പെട്ടവനും കൂരയുണ്ട്. ഒരു ശക്തമായിട്ടുള്ള കൂര ഉണ്ടാക്കി കൊടുക്കുവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. Every farmer is today getting 6,000 rupees every year to supplement his income, to help him in his activities.
That is 11 crore farmers are getting 6,000 rupees every year in their bank. അതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും 6,000 കോടി രൂപയാണ് അവരുടെ വരുമാനത്തിന്റെ കൂടെ നരേന്ദ്രമോദി നൽകുന്നത്. അങ്ങനെ ഏതാണ്ട് 11 കോടി കർഷകർക്കാണ് നരേന്ദ്രമോദി ഈ 6,000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. And friends, I can keep sharing with you scheme after scheme, project after project, by which India is becoming Atmanirbhar. The poor are getting a better future. The country is preparing itself for meeting the challenges of tomorrow. അതുപോലെ തന്നെ എനിക്ക് പറയുവാൻ സാധിക്കും അനേകം സ്കീമുകൾ പദ്ധതികൾ നിരന്തരമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും. അതെല്ലാം തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ്. ഈ രാജ്യം അങ്ങനെ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം നരേന്ദ്രമോദി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. But there are many schemes for which we are dependent on the state to implement it honestly. For example, you are all aware that due to COVID, we gave free ration, 5 kilos per person to 80 crore people for 25 months. Every month 5 kilos per person for 80 crore people. That means nearly 1,000 lakh tons of ration has been given extra over and above food security program, free of charge, at a cost of nearly 3.5 lakh crore rupees, so that no family in the country has to sleep hungry. Not one starvation death occurred despite such a big challenge like COVID before the country. അതുപോലെ തന്നെ പല പദ്ധതികളും നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 5 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ഒരു വ്യക്തിക്ക്, അങ്ങനെ 80 കോടി ജനങ്ങൾക്ക് 25 മാസമാണ് കൊടുത്തത് മോഡിയുടെ സർക്കാർ. ഏതാണ്ട് 1000 ലക്ഷം ടൺ ഭക്ഷ്യവസ്തുക്കളാണ് അങ്ങനെ കൊടുത്തത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചത്. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒരു പട്ടിണി മരണം പോലും ഇന്ത്യ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബവും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. അത്രമാത്രം കരുതലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ എടുത്തത്. But it pains me when I hear that many eligible people are not being given that ration. Today I was invited to the family of a very poor Dalit. The grandmother Chedamba, her son and daughter-in-law, her grandson, they were so nice to me. They took care of me. They were feeding me very delicious Kerala food. And I just asked them that I hope you are getting additional ration over and above your normal entitlement. But I was very sorry to hear that a family of 6 was, instead of being given 30 kilos for the food security, was only given 27 kilos. And in the COVID, what Pradhan Mantri Garib Kalyan Ann Yojana entitlement, they had not got in the recent few months, despite the center giving those grades to the state government. And I feel very sad if the state government does not do an honest distribution of grades that we have given from the center for the poor. And I have demanded that an inquiry be conducted and we should take action on those officials who are responsible for the same. അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ അത് അവർക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാർ അത് ചെയ്യുവാൻ മടിക്കുന്നു. ഇന്ന് ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽ ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോയി. അവിടെ അവരെന്നെ ക്ഷണിച്ചതാണ്. ചെല്ലമ്മയുടെ ഭർത്താവും
മകനും മകളുടെ ഭാര്യയും കുട്ടിയുമുള്ള ആ കുടുംബത്തില് അവര് വളരെ നല്ല രുചിയുള്ള കേരള ഭക്ഷണം അവര് എനിക്ക് തരികയുണ്ടായി. അതിനുശേഷം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രമാത്രമാണ് റേഷൻ കിട്ടുന്നതെന്ന്. നമുക്കറിയാം, ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 30 കിലോ കിട്ടേണ്ടതാണ്. പക്ഷേ അവർക്ക് 27 കിലോ ആണ് കിട്ടുന്നത്. മാത്രമല്ല, ഭക്ഷ്യസുരക്ഷ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നത് കൂടാതെ ഗരീബ് കല്യാൺ യോജനയുടെ അടിസ്ഥാനത്തിൽ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി 5 കിലോ ഒരു വ്യക്തിക്കെന്ന രീതിയിൽ സൗജന്യമായിട്ട് കൊടുക്കുന്ന ആ റേഷൻ ആ കുടുംബത്തിന് കൊടുക്കുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. തീർച്ചയായിട്ടും ഒരു സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ എന്തുകൊണ്ട് പാവപ്പെട്ടവന് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നു എന്നുള്ള കാര്യം അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ മനുഷ്യത്വരഹിതമാണ്, ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതിന് ഞാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അന്വേഷണം നടത്തിയിട്ട് ആരാണ് കുറ്റക്കാരനെങ്കിലും അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും, അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. That is why I have come here today, to remind you, so many schemes, so many things done for the poor, for our lesser privileged brothers and sisters. All our Karyakartas, please go out, talk to the beneficiaries, ask them whether they have got the benefit. Those who have got the benefit, maybe you can take a small video of your conversation with them and load it on the PM Namo app so that it inspires other people and it informs other people that these schemes are available for them. And those who are not getting it, we must raise our voice and make sure that every beneficiary gets what is due to him. അതുപോലെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, അനേകം സ്കീമുകളും അതുപോലെ പദ്ധതികളുമുണ്ട് നമ്മുടെ പാവപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവസരത്തിൽ അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ കൊടുത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, നമ്മുടെ പ്രവർത്തകരെല്ലാവരും തന്നെ ഓരോ ഗുണഭോക്താക്കളുടെ അടിയിലേക്ക് നിങ്ങൾ പോകണം, അവരെ കണ്ടെത്തണം, അവർക്ക് കിട്ടിയോ അല്ലയോ നിങ്ങൾ മനസ്സിലാക്കണം. കിട്ടിയവരുടെ ഒരു വീഡിയോ നിങ്ങൾ എടുക്കണം. നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ അവർക്ക് എന്തൊക്കെയാണ് കിട്ടിയത്, എന്തുമാത്രം ആശ്വാസമാണ് അവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കണം. ആ വീഡിയോ നിങ്ങൾ PMന്റെ നമോ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയുള്ള അവസരത്തിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം പദ്ധതികളുണ്ട്, മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടുള്ള എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ആർക്കെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദമുയർത്തണം. അവർക്ക് കിട്ടുവാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം. അവർക്കത് കിട്ടിയതിന് ശേഷമേ നിങ്ങൾ വിശ്രമിക്കാവൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And if those who have not got it, write a complaint, write a letter so that we can take action and make sure all the beneficiaries get it. അതുപോലെ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Expose this government who has not reduced the taxes on petrol and diesel, even though central government has reduced it twice, once 6 months ago, once now. Twice Modi ji has reduced the taxes on petrol and diesel, but Kerala government has not reduced the VAT that they are charging you for petrol and diesel. അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കണം. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ സർക്കാർ പെട്രോളിന്റെയും അതുപോലെ തന്നെ ഡീസലിന്റെയും ടാക്സ് 2 പ്രാവശ്യം കുറച്ചു, നികുതി 2 പ്രാവശ്യം കുറച്ചു. 6 മാസം മുമ്പ് ഒന്ന്, ഇപ്പോഴൊന്ന്. ആ നരേന്ദ്രമോദിയുടെ സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി അങ്ങനെ നികുതി കുറച്ചിട്ട് ഈ കേരളത്തിലെ സർക്കാർ വാറ്റ് കുറയ്ക്കുവാൻ തയ്യാറായില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ തയ്യാറായില്ല. അവരുടെ കപടമുഖം നിങ്ങൾ തുറന്നു കാട്ടണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. So friends, it is our duty, it is our responsibility to care for those who are less privileged. And therefore,
let us work together. As we work to build our party, as we work to take benefits to the poorest of the poor, as we make India Atmanirbhar, we will all have to work together. It will be Team India that will change the future of India. അതുപോലെ സുഹൃത്തുക്കളെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ഏതാണ്ട് ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഒരുമിച്ച് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ആത്മനിർഭർ ഭാരതത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് നമുക്ക് പ്രവർത്തിച്ച് ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളാമെന്ന് ഞാൻ പറയുക. When we take everybody along, sabka saath, sabka vikas, everybody will grow, develop, prosper. We will earn the goodwill of the people, sabka vishwas, the trust that people have, and it will be the collective effort of all of us, sabka prayas, which will change the destiny of India and our young children. അതുപോലെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാ ജനവിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മുന്നേറാൻ വേണ്ടിയാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവരുടെയും വികസനത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക, അതോടൊപ്പം തന്നെ എല്ലാവരുടെയും വിശ്വാസം ആർജിക്കുക. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രയാസം, എല്ലാവരുടെയും പ്രയത്നം ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, ആ പ്രവർത്തനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് മുന്നേറുകയും. As much as we connect with the people, we will earn their goodwill, grow the party, expose the corrupt communist and UDF, LDF and UDF parties and formulations. Expose them for their mistakes, expose them for their corruption. And as the people, as much as you connect with the people, the party will grow. And I assure you that the lotus will bloom in Kerala. Kamal Khilega. അതുപോലെ തന്നെ എത്രമാത്രം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നോ അത്രമാത്രം പാർട്ടി വളരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ അഴിമതിക്കാരായിട്ടുള്ള LDFന്റെയും അതുപോലെ തന്നെ UDFന്റെയും മുഖം, യഥാർത്ഥ മുഖം തുറന്നു കാണിക്കണം. എന്തിനു വേണ്ടിയാണ്? ഇവിടെ താമര വിരിയണമെന്ന് ആഗ്രഹത്തോടുകൂടി, ആ ലക്ഷ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. And the next time I come to Thrissur, it will not be for campaigning, it will be for the victory procession. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത് ഈ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയായിരിക്കില്ല. ആ നമ്മുടെ വിജയാഹ്ലാദ പ്രകടനമുണ്ടല്ലോ, അതിനു വേണ്ടിയായിരിക്കും ഞാൻ വരുന്നതെന്ന് പറയുവാൻ ആഗ്രഹിക്കുക. My best wishes to all of you. Congratulations on Modi government completing 8 years. My good wishes to all those who have benefited from the various schemes. I cannot tell you about all the schemes here because it will take me maybe a few hours. But I am sure you will take the message of Seva, Sushasan or Garib Kalyan, service, good governance and welfare of the poor to every home in Kerala and inform them of the good work done by Prime Minister Modi. 8 വർഷ കാലഘട്ടത്തിലെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ പേരിൽ തീർച്ചയായിട്ടും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അത് ജനങ്ങളിൽ എത്തിച്ചതിന് തീർച്ചയായിട്ടും നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സേവനമാണ്, നല്ല ഭരണമാണ്, പാവപ്പെട്ടവന്റെ ക്ഷേമമാണ് എന്നുള്ള സന്ദേശം എത്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. बहुत बहुत धन्यवाद. नमस्कार. भारत माता की, भारत माता की. Little louder, let the Corporation Square also hear. भारत माता की. बहुत बहुत धन्यवाद. नमस्कार. അടുത്തതായി ഇന്നത്തെ ഈ സദ്ഭരണ ഗുണഭോക്താക്കളുടെ സംഗമത്തിൽ വിവിധ രംഗത്ത് ശോഭിച്ച വിജയിച്ച
വനിതകളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. ഒളിമ്പിക്സിൽ എത്തിപ്പെടുന്ന വലതുവശത്തൂടെ കയറി ഇടതുവശത്തൂടെ കയറി വലതുവശത്തേക്ക് പോകുന്നതാണ്. തൃശ്ശൂരിന്റെ അഭിമാനമായി സിവിൽ സർവീസിൽ 431 റാങ്ക് കരസ്ഥമാക്കി തൃശ്ശൂരിന്റെ വിജയമായ ശ്രീ നിരഞ്ജനയെ ആദ്യമായി ക്ഷണിച്ചുകൊള്ളു. അടുത്തതായി കലാമണ്ഡലം വിദ്യാഭ്യാസ ക്യാമ്പ് 123 മണിക്കൂർ കണ്ടിന്യൂസ് മോഹിനിയാട്ടം ഡാൻസ് പെർഫോമൻസും 1000-ലധികം സ്റ്റേജ് പെർഫോമൻസിലൂടെ മോഹിനിയാട്ടത്തെ ലോകത്തിന്റെ മുന്നിലെത്തിച്ച കലാമണ്ഡലം ബിസിനസ് ഭാരതം സൈബർ ലോകത്ത് മുന്നേറുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ സൈബർ ഇൻവെസ്റ്റിഗേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ധന്യ മേനോൻ, നാഷണൽ ഫോറൻസിക് സയൻസ് എൻട്രൻസിൽ 8th റാങ്ക് കരസ്ഥമാക്കിയ ശ്രീ ശ്രുതി ജയൻ, നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് 2022 നേടിയ അച്ചടി ആധുനികതയിൽ കേരളീയ നവോത്ഥാനവും ദളിത് നവോത്ഥാനവും എന്ന വിഷയത്തിൽ ഫെലോഷിപ്പ് നേടിയ ആര്യ കെ, കേരള സ്റ്റേറ്റ് കർഷക ദിനം അവാർഡ് വിന്നറായ സ്വപ്ന സിബി കല്ലിങ്ങൽ ഫാമേഴ്സ് പട്ടിക, 72 വയസ്സിനെ തോൽപ്പിച്ചുകൊണ്ട് 9 ഏഷ്യൻ മീറ്റിലും 4 വേൾഡ് മീറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് national meet 40 years ago discussed Dhanya Ramayendran Asian World Masters meeting select ചെയ്യപ്പെട്ടിരിക്കുന്നു. സക്സസ്ഫുൾ വുമൺ ശ്രീമതി ഉഷാരാജൻ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശാരീരിക അസ്വസ്ഥതകളിലും വിജയിച്ച വനിതയായി അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വന്നിരിക്കുന്ന മുഴുവൻ വനിതകളും കുടുംബങ്ങൾക്ക് മാതൃകയായി കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ബ്രാൻഡാക്കിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല വനിത ഉന്നതമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവരെ സ്വാഗതിക്കുന്നു. Very proud of you. Thank you.